ഞാനിപ്പോ ഫോർട്ട് കൊച്ചിയിൽ വന്നേക്കാണ്. അപ്പൊ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ഇവിടെ ഫോർട്ട് കൊച്ചി ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ആമസോൺ ജംഗിൾ റൈഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് കാണാൻ ഒന്നാണ്. നമ്മുടെ പെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താ പരിപാടിന്ന്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടാണിത്. അവിടെ തന്നെയാണ് നമ്മുടെ സ്റ്റാള് വന്നേക്കണത്. ഇതാണ് സംഭവം. ഫോർട്ട് കൊച്ചി ഫെസ്റ്റ് 2025. ടിക്കറ്റ് 2 എടുത്തിട്ടുണ്ട്. ഞാനും വൈഫും ഉണ്ട്. ഇതാണ് സ്റ്റാളിന്റെ എൻട്രൻസ്. ഇതാണ് ഇതൊക്കെ സ്റ്റാളിലേക്ക് കിടക്കാം. ഇതിന്റെ അകത്ത് എന്താ സംഭവം ഉള്ളതെന്ന് അറിയണമല്ലോ. ബേഡ്സിനെ ഫുള്ള് ഫ്രീ ആക്കി വിട്ടേക്കാണ്. അമ്പോ സീൻ. കുറെ ചില്ലായിട്ട് നടക്കാണ് കിളികളൊക്കെ. AC ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, സെൻട്രൽ AC ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കാണ്. ഇവിടെ ഓരോ പോർഷൻ തിരിച്ചിട്ട് പല പല ബേഡ്സിനെ അഴിച്ചുവിട്ടേക്കാണ്. ഇവിടെ കുറെ ലവ് ബേഡ്സുകൾ നടപ്പുണ്ട്. ഏതോ കോഴി, കോഴിയുടെ പേരൊന്നും അറിയില്ല. ഫെസന്റ് ഉണ്ട്, പിന്നെ ഫെസന്റ് നടപ്പുണ്ട് അവിടെ. എല്ലാരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാണ്. ഇല്ലാത്ത സാധനം ഇല്ലാണ്ട് ഒരു കോക്കയിൽ ഇരിക്കണ നോക്കിയേ. ഫുള്ള് സീനാണ്. കിളികള് കംപ്ലീറ്റ് നമ്മുടെ മേഹത്തി കൂടിയൊക്കെ എവിടെ നിന്നൊക്കെയാണ് ജാവ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. എന്തേ തണലൊക്കെ പിടിച്ചിരിക്കുകയാണ്. തണുത്തിട്ടാന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ഒക്കെ കിളിയും കുഞ്ഞുങ്ങളൊക്കെ നടക്കണത്. ഇവിടെ ഒരാള് നടക്കണ്. നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ കിളീനെ ചവിട്ടും. ഈ കിളിക്ക് എന്തോ പറ്റിയിട്ട് ഇവിടെ നടപ്പുണ്ട്. ഒന്നും പറ്റിയേക്കണല്ല, കുഞ്ഞാണ്. അതിന്റെ തേയിലൊക്കെ പോയിട്ടുണ്ട്. ഫുള്ള് ബേഡ്സ് ആണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്റ്റാള് ഫുള്ള് ബേഡ്സ് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊള്ളാട്ടോ. രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളില് നാച്ചുറലായിട്ട് വെച്ചേക്കണ കമ്പും ചുള്ളിയൊക്കെ ആകെ ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. അല്ലാണ്ട് ആർട്ടിഫിഷ്യലൊക്കെ നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് സൺകൊന്യൂറൊക്കെ ഇരിപ്പുണ്ട്. സീനാണ്. എവിടെ നിന്നൊക്കെയാണ് കിളി പറഞ്ഞു തന്നെ അറിഞ്ഞൂടാ. തലയിലൊക്കെ വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ഗ്യാങ് ചുള്ളിക്കമ്പിൽ ഇരിപ്പുണ്ട്. പ്രാവുകള് എവിടെ നോക്കിയാലും കിളിയാണ് ഗൈസ്. ബേഡ്സിന്റെ അയ്യറുകളി.
മുട്ടയിടാനിരിക്കുമെന്ന് കണ്ടിട്ട് ഇവരൊക്കെ റെസ്റ്റിനിട്ടേക്കെന്ന് തോന്നണം കിളികളൊക്കെ. ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. മക്കാവിനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കുറച്ച് ഇഗ്വാനാസ് ഇരിപ്പുണ്ട്. ഏത് സ്നേക്കാണ് പോ? സ്നേക്ക് പൈത്തയല്ലേ? റോയൽ ബുൾ പൈത്തി. ഇവിടെ ഫുള്ള് കോഴികള്, പ്രാവ്, പല ടൈപ്പ് കോഴികളും പ്രാവുകളാണ് മെയിനായിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളത്. പിന്നെ ലവ് ബേർഡ്സ്, കൊന്നൂറ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ഒരു 2-3 മക്കാവും ഉണ്ട്. പിന്നെ സ്നേക്ക് ഉണ്ട്. സ്നേക്കിനെയും മക്കാവിനെയൊക്കെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് വേറെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കൊടുക്കാൻ. അത് വലിയ താല്പര്യം തോന്നിയില്ല, അതായത് ഞാൻ പരിപാടിക്ക് നിന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഗൈസ്, ഇതാണ് സംഭവം. സ്റ്റാള് എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ വെർത്താണോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെർത്തൊന്നുമല്ല. വെറുതെ ഒരു മാനസികോല്ലാസം കിട്ടും. വന്നു കഴിഞ്ഞാൽ കുറെ കിളികളെയും മൃഗങ്ങളെ, ചെറിയ ഈ മൃഗങ്ങളെ, ഈ കോഴി, അങ്ങനെയുള്ള പ്രാവ്, വെറൈറ്റി ഐറ്റംസിനൊക്കെ കാണാം. നമ്മുടെ നാടൻ കോഴിയും ഇതൊന്നുമല്ല, എക്സോട്ടിക് ആയിട്ടുള്ള കോഴികൾ, ഫെസന്റ്, ബേഡ്സ്, അങ്ങനെ സ്നേക്ക്, കൊനൂൾസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അത്രേ ഉള്ളൂ. ഒരു 1 ടൈം വിസിറ്റ്. പെറ്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 1 ടൈം വിസിറ്റ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കളിയൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ സ്റ്റാള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സിറ്റിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, വേറെ വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറെ സ്റ്റാളുകൾ, സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റാളും കഴിഞ്ഞ് ലാസ്റ്റ് ഇതേ ഇവിടെ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം പെറ്റ്സിന്റെ സ്റ്റാള് മാത്രം കണ്ടു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഫുഡ് കോർട്ടും കിഡ്സിന്റെ പ്ലേ ഏരിയ ഒക്കെ വേറൊരു കോർണറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് അകത്തുനിന്ന് കയറി എക്സിറ്റ് ഇറങ്ങണത് വേറെ വഴി കൂടിയാണ്. അങ്ങനെ എക്സിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സ്റ്റാളിലേക്കാണ് ഇറങ്ങണത്. എന്തായി, സെറ്റല്ലേ? മഴ പൊടിയാണ് കേട്ടാ. ഡെയിലി ഓരോ പ്രോഗ്രാമുകൾ നടക്കണമെന്ന് അറിഞ്ഞത്. സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഡാൻസ്, കോമഡി സ്കിറ്റ്, അങ്ങനെ
കുട്ടികളുടെ പരിപാടികൾ അങ്ങനെ പലതും നടക്കണമെന്ന് അറിഞ്ഞത്. ഇന്നിപ്പോൾ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, മഴ വന്നുണ്ട് ഗൈസ്. അപ്പോൾ കൊച്ചി ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.